ബംഗ്ലാദേശിൽ വലിയ കലാപം, അതിനുശേഷം ഷെയ്ഖ് ഹസീനയുടെ രാജ്യം വിട്ടുള്ള പോക്കുമൊക്കെ എല്ലാവരും കണ്ടതാണ്. അതിനുശേഷം അവിടെ എന്ത് സംഭവിക്കുമെന്ന് ഏവർക്കും ഏറെക്കുറെ അറിയാമായിരുന്നു. ഇപ്പോഴത് സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വാർത്ത. ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ ഭരണത്തിലേക്ക് ഏറുകയാണ്, അധികാരത്തിലേക്ക് ഏറുകയാണ്. അവരുടെ നേതൃത്വത്തിലായിരുന്നു വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടന്നത്. കഴിഞ്ഞ ദിവസം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ അഥവാ ചെയർമാൻ ഡോക്ടർ ഷഫീഖുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു. സർക്കാർ രൂപീകരിക്കുന്നതിന് മുന്നോടിയായിട്ടൊരു ചർച്ച നടന്നിരുന്നു. ഖൗമി മദ്രസയ്ക്ക് കീഴിലുള്ള ഖെഹാഫസ് ഇസ്മയിൽ എന്ന് പറയുന്ന സംഘടനയുടെ പ്രതിനിധികൾ അതിൽ പങ്കെടുത്തിരുന്നു. ഒപ്പം തന്നെ BNP, അതായത് BNPയും ജമാഅത്ത് ഇസ്ലാമിയും ചേർന്നിട്ട് ബംഗ്ലാദേശിൽ ഭരണം നടത്തിയിരുന്നു. അവർ വീണ്ടും തിരിച്ചു വരുന്നു. ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമി അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുമൊക്കെ നിരോധിച്ചിരിക്കുന്നതാണ്. ആ നിരോധനമൊക്കെ ഇപ്പോൾ ഇല്ലാതായി. കാരണം ആ സർക്കാർ തന്നെ ഇല്ലാതായി. കലാപകാരികളുടെ പിടിയിലമർന്ന ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ കൂട്ടക്കുരുതി തന്നെ നടന്ന ബംഗ്ലാദേശിൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അധികാരത്തിൽ വരുമ്പോൾ ഈ അടുത്ത സമയത്ത് ഭീകരന്മാരുൾപ്പെടെ, കൊടും ഭീകരനുൾപ്പെടെ, ഭീകരന്മാരുടെ തലവന്മാരുൾപ്പെടെ 1200 മേൽ ഭീകരന്മാരെ തുറന്നു വിട്ടുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ മറ്റൊരു മുഖം നാം കണ്ടത്. ഏതായാലും ഇന്ത്യ വളരെ ജാഗ്രതയോടുകൂടിയാണ് അതിർത്തിയിൽ പുതിയതായി രൂപം കൊള്ളുന്ന സർക്കാരിനെ കാണുന്നത്. കാരണം കടുത്ത യാഥാസ്ഥിതികരും ഒപ്പം തന്നെ ഈ മതമൗലികവാദികൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം തൊട്ടടുത്ത് അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യയെപ്പോലെ ശക്തമായ ഒരു രാജ്യം ജാഗ്രതയോടെ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.